കെ മുരളീധരൻ ആരോഗ്യമന്ത്രിയായതിനു ശേഷം ആരോഗ്യരംഗത്ത് വലിയ രീതിയിലുള്ള തകർച്ച ഉണ്ടെന്ന് വരുത്തി തീർക്കാനാണ് അന്തം കമ്മികളുടെ ബോധപൂർവമുള്ള ശ്രമം. സർക്കാർ അധികാരത്തിലേറിയിട്ട് 3 ആഴ്ചകൾ കഴിഞ്ഞതേയുള്ളൂ. പക്ഷേ പലതരത്തിലുള്ള വീഴ്ചകൾ ആരോഗ്യ മേഖലയിൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുപ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അന്തം കമ്മികൾ നടത്തുന്നുണ്ട്. വീണ ജോർജ് കെട്ടിയിറക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. പിന്നീട് അവർ ആരോഗ്യമന്ത്രിയായി. എന്നാൽ മുരളീധരൻ അങ്ങനെയല്ല. അദ്ദേഹം മുമ്പ് മന്ത്രിയായിരുന്നു. പല പദവികളും പാർട്ടിയിൽ വഹിച്ചിട്ടുണ്ട്. വർഷങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുണ്ട്. ഇങ്ങനെ പല മികവുകളും കെ മുരളീധരനുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വീഴ്ച ബോധപൂർവം ചില ഉദ്യോഗസ്ഥർ വരുത്തുന്നതാണോ എന്നുള്ള ഒരു ആരോപണവും പ്രചരണവും ഒക്കെ ഉയരുന്നുണ്ട്. അതിൻ്റെ കാരണം ഇടതുപക്ഷ ചായ്വുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോഴും പല സ്ഥാനങ്ങളിലും ഇരിക്കുന്നത് എന്നുള്ളതാണ്. ആരോഗ്യരംഗത്ത് തുടർച്ചയായി ചില സംഭവങ്ങൾ, വീഴ്ചകൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം ചർച്ചയാകുമ്പോൾ അതിൻ്റെ ഭരണപരമായിട്ടുള്ള ഉത്തരവാദിത്വം ആരുടേതാണെന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വിവിധ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയരുന്ന ഒരു വിമർശനം, മന്ത്രിയെ ശരിയായ രീതിയിൽ വിവരങ്ങൾ അറിയിക്കാതിരിക്കുന്ന ഉദ്യോഗസ്ഥ തലത്തിലെയും പേഴ്സണൽ സ്റ്റാഫ് തലത്തിലെയും വീഴ്ചകളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലരും ആ രീതിയിലുള്ള വാദങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു വകുപ്പിലുണ്ടാകുന്ന എല്ലാ സംഭവ വികാസങ്ങളും മന്ത്രി നേരിട്ട് അറിയുക എന്നുള്ളത് ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. മന്ത്രിയുടെ തീരുമാനങ്ങൾ സാധാരണയായി വകുപ്പ് സെക്രട്ടറിമാരും ഡയറക്ടർമാരും സാങ്കേതിക വിദഗ്ധരും പേഴ്സണൽ സ്റ്റാഫും ഒക്കെ അറിയിക്കുന്നതായിരിക്കും. അത് ഇവരൊക്കെ അറിയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മന്ത്രി ഈ വിവരം അറിയുന്നത്. അതുകൊണ്ട് തന്നെ താഴെത്തട്ടിൽ നിന്നുള്ള വിവരശേഖരണത്തിലും റിപ്പോർട്ടിങ്ങിലും ഒക്കെ പിഴവുകൾ സംഭവിച്ചാൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണിപ്പോൾ മുരളീധരൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം സ്പഷ്ടമാണ്. ആരോഗ്യമേഖലയിലെ ചില പ്രതിസന്ധികൾ നേരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും ആശുപത്രി അടിസ്ഥാന സൗകര്യങ്ങളും മരുന്ന് ലഭ്യതയും രോഗവ്യാപന സാഹചര്യവും എന്നീ വിഷയങ്ങളിലൊക്കെ യഥാർത്ഥ ചിത്രം മന്ത്രിതലത്തിൽ എത്തുന്നതിൽ കാലതാമസം ഉണ്ടായി എന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അത് മാത്രമല്ല, മന്ത്രിയെ പ്രതിരോധിക്കുകയോ വിമർശനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയോ ചെയ്യാനുള്ള ശ്രമം ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളൊരു വിലയിരുത്തലും വരുന്നുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിൽ അത് വ്യക്തിപരമായ രാഷ്ട്രീയ പരാജയത്തേക്കാൾ ഭരണ സംവിധാനത്തിലെ ആശയവിനിമയ തകരാറായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഭരണഘടനാപരമായും രാഷ്ട്രീയപരമായും ഒരു വകുപ്പിൻ്റെ അന്തിമ ഉത്തരവാദിത്വം ഒരു മന്ത്രിക്ക് തന്നെയാണ്. ഒരു വീഴ്ചയുണ്ടാകുമ്പോൾ പഴി കേൾക്കേണ്ടത് മന്ത്രിയാണ്. കാരണം അവരാണ് ഏറ്റവും മുകളിലുള്ളത്. അവർക്ക് മറ്റുദ്യോഗസ്ഥരെ ഏകോപിപ്പിക്കാനും അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാനുമാണല്ലോ ആ സ്ഥാനത്ത് അവരോധിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ തെറ്റായ വിവരങ്ങൾ നൽകിയാലും നിരന്തരം അവലോകനം നടത്തുകയും പല മേഖലകളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. അതിനൊരു എതിർക്കുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ആരോഗ്യമേഖലയിൽ ആവർത്തിച്ച് വിവാദങ്ങളും വീഴ്ചകളും ഒക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ജനങ്ങൾ സാധാരണയായി മന്ത്രിയെയും സർക്കാരിനെയും തന്നെയാണ് വിലയിരുത്തുന്നത്. അവർക്ക് മറ്റുദ്യോഗസ്ഥരാണോ, ആരുടെ കുഴപ്പം കൊണ്ടാണോ, DMOയുടെ കുഴപ്പം കൊണ്ടാണോ, ഡോക്ടറുടെ കുഴപ്പം കൊണ്ടാണോ എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്കറിയണ്ട. പക്ഷേ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനിടയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ തീർച്ചയായും ആ സമയത്ത് ഡോക്ടറെ തന്നെയാണ് കുറ്റപ്പെടുത്തുക, ഡോക്ടർക്കെതിരെയാണ് നിയമ നടപടികളൊക്കെ സംഭവിക്കുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുരളീധരൻ ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കേരളത്തിലെ ആരോഗ്യമേഖല രാജ്യത്തിന് തന്നെ മാതൃകയായിരുന്നു എന്നായിരുന്നു കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്തം കമ്മികൾ കൊട്ടിഘോഷിച്ചിരുന്നത്. എന്നാൽ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വീണ ജോർജ് ആരോഗ്യമന്ത്രിയായി വന്നതിനു ശേഷം സമാനതകളില്ലാത്ത വീഴ്ചകളാണ് ആരോഗ്യരംഗത്ത് ഉണ്ടായത്. ഇപ്പോൾ അധികാരത്തിലേറിയിട്ട് 3 ആഴ്ച മാത്രം കഴിയുമ്പോൾ UDF സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും ആരോഗ്യമന്ത്രി മുരളീധരനെയും അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമുള്ള ശ്രമം അന്തം കമ്മികളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, കാര്യങ്ങൾ കൃത്യമായി വ്യക്തമായി മുരളീധരന് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളത്. അതിൽ ബോധപൂർവമായ വീഴ്ച ഉദ്യോഗസ്ഥർ വരുത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ വിഷയം. ഇടതുപക്ഷ ചായ്വുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോഴും പല സ്ഥാനങ്ങളിലും ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ഇത്തരത്തിൽ ഈ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ബോധപൂർവം നടത്തുന്നുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടതും അത് തിരുത്തേണ്ടതും അത് പരിഹരിക്കേണ്ടതും സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പ് മന്ത്രി മുരളീധരൻ്റെയും ചുമതല തന്നെയാണ്.